വെൽക്കം ടു റെനീസ് PSC സോൺ. ഇന്ന് കായികവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. പ്രധാനപ്പെട്ടവ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ വാക്കുകൾ നോക്കാം. വിജയം ബുദ്ധിമുട്ടേറിയതാവും തോറും നേടുന്നതിലുള്ള ആനന്ദം മഹത്തായതാവും. എന്താണ്? വിജയം ബുദ്ധിമുട്ടേറിയതാവും തോറും നേടുന്നതിലുള്ള ആനന്ദം മഹത്തായതാവും. നമ്മുടെ PSC യാത്ര അങ്ങനെയുള്ളതല്ലേ. നമ്മുടെ പരിശ്രമം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിജയം വളരെ ആനന്ദം നിറഞ്ഞതായിരിക്കും. കായിക ഇനങ്ങളും പ്രധാന ട്രോഫികളും. അമേരിക്കൻ കായികാധ്യാപകനായ വില്യം ജി മോർഗൻ 1895 അവതരിപ്പിച്ച കായിക ഇനമാണ് വോളിബോൾ. അമേരിക്കൻ കായികാധ്യാപകനായ വില്യം ജി മോർഗൻ 1895 അവതരിപ്പിച്ച കായിക ഇനം ഏത്? വോളിബോൾ. ഏത് കായിക ഇനമാണ് തുടക്കത്തിൽ മിൻഡോ നെറ്റ് എന്നറിയപ്പെട്ടിരുന്നത്? വോളിബോൾ. മിൻഡോ നെറ്റ് എന്നറിയപ്പെട്ടിരുന്നത് വോളിബോൾ. കനേഡിയൻ കായികാധ്യാപകനായ ജെയിംസ് നെയിംസ്മിത്ത് 1891 അവതരിപ്പിച്ച കായിക ഇനമാണ് ബാസ്കറ്റ്ബോൾ. കനേഡിയൻ കായികാധ്യാപകനായ ജെയിംസ് നെയിംസ്മിത്ത് 1891 അവതരിപ്പിച്ച കായിക ഇനം ഏത്? ബാസ്കറ്റ്ബോൾ. ഏത് കായിക ഇനമാണ് പിങ് പോങ്, വിഫ് വാഫ് എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നത്? ടേബിൾ ടെന്നീസ്. ടേബിൾ ടെന്നീസിലെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പിങ് പോങ്, വിഫ് വാഫ്. ബ്രിട്ടീഷുകാർ പൂന എന്ന് വിളിച്ചിരുന്ന കായിക ഇനം ഏത്? ബാഡ്മിന്റൺ. ബ്രിട്ടീഷുകാർ പൂന എന്ന് വിളിച്ചിരുന്ന കായിക ഇനം ഏത്? ബാഡ്മിന്റൺ. ഗ്രാൻഡ് സ്ലാം എന്നറിയപ്പെടുന്ന 4 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ്. ഗ്രാൻഡ് സ്ലാം ഏത് റിലേറ്റഡ് ആണ്? ടെന്നീസ്. വർഷത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ഏത്? ഓസ്ട്രേലിയൻ ഓപ്പൺ. വർഷത്തിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. വർഷത്തിലെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ഏത്? US ഓപ്പൺ. വർഷത്തിലെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് US ഓപ്പൺ. കളിമൺ കോർട്ടിൽ മത്സരങ്ങൾ നടക്കുന്നത് ഏത് ഗ്രാൻഡ് സ്ലാമിലാണ്? ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് എവിടെയാണ്? കളിമൺ കോർട്ടിൽ. പുൽക്കോട്ടിൽ മത്സരങ്ങൾ അരങ്ങേറുന്നത് വിംബിൾഡൺ. വിംബിൾഡൺ പുൽക്കോട്ട്. ലോകത്തിലെ ഏറ്റവും പഴയ ടെന്നീസ് ടൂർണമെന്റായി അറിയപ്പെടുന്നത് ഏത്? വിംബിൾഡൺ. ലോകത്തിലെ ഏറ്റവും പഴയ ടെന്നീസ് ടൂർണമെന്റായി അറിയപ്പെടുന്ന ഏതാണ്? വിംബിൾഡൺ. ഏത് അന്തർദേശീയ കായിക സംഘടനയുടെ ആപ്തവാക്യമാണ് ഫോർ ദി ഗെയിം ഫോർ ദി വേൾഡ്? ഫിഫ. ഫിഫയുടെ ആപ്തവാക്യം ഏതാണ്? ഫോർ ദി ഗെയിം ഫോർ ദി വേൾഡ്. 1908 സ്ഥാപിതമായ ഫിന ഏത് കായിക മേഖലയെ നിയന്ത്രിക്കുന്ന അന്തർദേശീയ സംഘടനയാണ്? ജല കായിക വിനോദങ്ങൾ. ജല കായിക വിനോദങ്ങളെ നിയന്ത്രിക്കുന്ന അന്തർദേശീയ സംഘടന ഏതാണ്? ഫിന. എന്നാ സ്ഥാപിതമായത്? 1908. ഏത് അന്തർദേശീയ കായിക സംഘടനയുടെ ആപ്തവാക്യമാണ് വാട്ടർ ഈസ് അവർ വേൾഡ്? ഫിന. ഫിനയുടെ ആപ്തവാക്യം എന്താണ്? വാട്ടർ ഈസ് അവർ വേൾഡ്. ഏത് കായിക ഇനത്തെ നിയന്ത്രിക്കുന്ന അന്തർദേശീയ സംഘടനയാണ്? ഫിബ. ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോള് നിയന്ത്രിക്കുന്ന അന്തർദേശീയ സംഘടന ഏതാണ്? ഫിബ. എന്നാൽ ജല കായിക വിനോദങ്ങളെ നിയന്ത്രിക്കുന്ന അന്തർദേശീയ സംഘടന ഏതാണ്? ഫിന. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ലൊസാൻ. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ആസ്ഥാനം ലൊസാൻ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കോലാലംപൂർ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കോലാലംപൂർ. അന്തർദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? മൊണാക്കോ. അന്തർദേശീയ അത്ലറ്റിക് ഫെഡറേഷന്റെ ആസ്ഥാനം മൊണാക്കോ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ ആസ്ഥാനം കോലാലംപൂർ. ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ആസ്ഥാനം ലൊസാൻ. ഏത് അന്തർദേശീയ കായിക സംഘടനയുടെ ആപ്തവാക്യമാണ് ഫെയർ പ്ലേ ഫ്രണ്ട്ഷിപ്പ് ഫോർ? ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. എന്താണ്? ഫെയർ പ്ലേ ഫ്രണ്ട്ഷിപ്പ് ഫോർ എന്ന ആപ്തവാക്യം ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ. ഇന്റർനാഷണൽ
ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷന്റെ ആസ്ഥാനം എവിടെ? ലണ്ടൻ. ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷന്റെ ആസ്ഥാനം ലണ്ടൻ. 1930 പ്രഥമ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയായ രാജ്യം ഏതാണ്? യുറഗോയ്. എന്താണ്? 1930 പ്രഥമ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദിയായ രാജ്യം യുറഗോയ്. ഏഷ്യയിൽ അരങ്ങേറിയ ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് 2002 ആതിഥ്യം വഹിച്ച രാജ്യങ്ങൾ ഏവ? ദക്ഷിണ കൊറിയ, ജപ്പാൻ. ഏഷ്യയിൽ അരങ്ങേറിയ ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് 2002 ആതിഥ്യം വഹിച്ച രാജ്യങ്ങൾ ദക്ഷിണ കൊറിയ, ജപ്പാൻ. 2018 ലോകകപ്പ് മത്സരങ്ങളുടെ വേദി ഏത് രാജ്യമായിരുന്നു? റഷ്യ. 2018 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ വേദി ഏത് രാജ്യമായിരുന്നു? റഷ്യ. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ അരങ്ങേറിയ ഏഷ്യൻ രാജ്യം ഏത്? ഖത്തർ. 2022 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ അരങ്ങേറിയ ഏഷ്യൻ രാജ്യം ഖത്തർ. എല്ലാ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലും പങ്കെടുത്തിട്ടുള്ള ഏക രാജ്യം ഏത്? ബ്രസീൽ. എന്താണ്? എല്ലാ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലും പങ്കെടുത്തിട്ടുള്ള ഏക രാജ്യമാണ് ബ്രസീൽ. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായിട്ടുള്ള രാജ്യം ഏത്? ബ്രസീൽ. എല്ലാ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലും പങ്കെടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായിട്ടുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. എത്ര തവണ? 5 തവണ. 4 തവണ വീതം ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ള രാജ്യങ്ങൾ ഏവ? ജർമ്മനി, ഇറ്റലി. എന്താണ്? 4 തവണ വീതം ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ള രാജ്യങ്ങളാണ് ജർമ്മനിയും ഇറ്റലിയും. നിലവിലെ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരാര്? അർജന്റീന. നിലവിലെ ലോക ഫുട്ബോൾ ചാമ്പ്യന്മാര് അർജന്റീന. 1975 പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായ നഗരമേത്? ഇംഗ്ലണ്ട്. 1975 പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇംഗ്ലണ്ട്. പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യന്മാർ ആരാണ്? വെസ്റ്റ് ഇൻഡീസ്. പ്രഥമ ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യന്മാരാണ് വെസ്റ്റ് ഇൻഡീസ്. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ വർഷം 1983. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ വർഷം ഏതാണ്? 1983. രണ്ടാം തവണ ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ വർഷം 2011. രണ്ടാം തവണ ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് 2011. ആദ്യമായിട്ട് 1983. 2019 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥ്യം വഹിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, വെയിൽസ്. 2019 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥ്യം വഹിച്ച രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, വെയിൽസ്. 2019 ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ആരായിരുന്നു? ഇംഗ്ലണ്ട്. 2019 ക്രിക്കറ്റ് ലോകകപ്പിലെ ജേതാക്കൾ ഇംഗ്ലണ്ട്. പ്രഥമ 2020 ക്രിക്കറ്റ് ലോകകപ്പ് 2007 നടന്നത് എവിടെ? ദക്ഷിണാഫ്രിക്ക. എവിടെ? ദക്ഷിണാഫ്രിക്ക. പ്രഥമ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ ജേതാക്കളാണ് ഇന്ത്യ. അതപ്പോ പഠിക്കണ്ടേ? അപ്പൊ പ്രഥമ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ ജേതാക്കൾ ആരാണ്? ഇന്ത്യ. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥ്യം വഹിച്ച രാജ്യങ്ങളാണ് വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥ്യം വഹിച്ച രാജ്യങ്ങൾ ഏതാണ്? വെസ്റ്റ് ഇൻഡീസ്, അമേരിക്ക. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. അപ്പോൾ എന്താണ്? പ്രഥമ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ ജേതാക്കൾ ഇന്ത്യ. അതുപോലെ തന്നെ 2024 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യ. ഇന്ത്യ ആയതുകൊണ്ട് പഠിച്ചു വെക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഏത് കാലയളവിലാണ് നടന്നത്? 2019-2021. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഏത് കാലയളവിൽ നടന്നു? 2019-2021. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആരാണ്? ന്യൂസിലാൻഡ്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ന്യൂസിലാൻഡ്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ റണ്ണേഴ്സ് അപ്പ് ഇന്ത്യ. ഇതും പഠിക്കുക. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ന്യൂസിലാൻഡ്. ആരെയാ തോൽപ്പിച്ചത്? ഇന്ത്യ. റണ്ണറപ്പ് ആരാണ്? ഇന്ത്യ. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരങ്ങൾ നടന്നത് എവിടെ? ഇംഗ്ലണ്ട്. പ്രഥമ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരങ്ങൾ നടന്നത് ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏതാണ്? സന്തോഷ് ട്രോഫി. ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഏത്? സന്തോഷ് ട്രോഫി. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആസ്ഥാനം എവിടാ? ഡൽഹി.
ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ആസ്ഥാനം ഡൽഹി. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി ജേതാക്കളായ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി ജേതാക്കളായ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ഏതാണ്? 1973. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ വർഷം 1973. ഇവിടെ നമ്മൾ പറഞ്ഞു കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ വർഷം. നേരത്തെ ഒരു 1983 പഠിച്ചല്ലോ. ഇന്ത്യ ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ വർഷം 1983. എന്താണ്? ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ വർഷം 1983. ഇത് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ വർഷം 1973. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ 2ാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്ന ട്രോഫി ഏത്? കമല ഗുപ്ത ട്രോഫി. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ 2ാം സ്ഥാനക്കാർക്ക് ലഭിക്കുന്ന ട്രോഫി ഏത്? കമല ഗുപ്ത ട്രോഫി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പ് എന്ത് റിലേറ്റഡ് ആണ്? ഫുട്ബോള്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ഏതാണ്? ഡ്യൂറന്റ് കപ്പ്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടത്? ഹോക്കി. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട? ബാഡ്മിന്റൺ. തോമസ് കപ്പ് ബാഡ്മിന്റൺ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോള്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഹോക്കി. സുധീർമാൻ കപ്പ് ബാഡ്മിന്റൺ. അപ്പോൾ തോമസ് കപ്പും സുധീർമാൻ കപ്പും ഏതാണ്? ബാഡ്മിന്റൺ. തോമസ് കപ്പും സുധീർമാൻ കപ്പും ബാഡ്മിന്റൺ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഹോക്കി. ആഗാഖാൻ കപ്പ്, ബെയ്റ്റൺ കപ്പ് എന്നിവ ഏത് കായിക ടൂർണമെന്റുകളാണ്? ഹോക്കി. എന്താണ്? ആഗാഖാൻ കപ്പ്, ബെയ്റ്റൺ കപ്പ് എന്നിവ ഏത് കായിക ഇനം? ഹോക്കി. ജിബ്രാൾട്ടൺ ഓപ്പൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണ്? സ്നൂക്കർ. എന്താണ്? ജിബ്രാൾട്ടൺ ഓപ്പൺ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണ്? സ്നൂക്കർ. ജിബ്രാൾട്ടൺ ഓപ്പൺ സ്നൂക്കർ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് അതായത് IPL ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ച വർഷം 2008. IPL ആരംഭിച്ച വർഷം, IPL ക്രിക്കറ്റ് ആരംഭിച്ച വർഷം 2008. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ ജേതാക്കള് രാജസ്ഥാൻ റോയൽസ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ ജേതാക്കൾ രാജസ്ഥാൻ റോയൽസ്. ദുലീപ് ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, ദേവ്ധർ ട്രോഫി, ഇറാനി കപ്പ്, സെയ്ദ് മുസ്താഫ് അലി ട്രോഫി എന്നിവ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റ്. എന്തൊക്കെയാണ്? ദുലീപ് ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, ദേവ്ധർ ട്രോഫി, ഇറാനി കപ്പ്, സെയ്ദ് മുസ്താഫ് അലി ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റ്. നേരത്തെ പറഞ്ഞു സുധീർമാൻ കപ്പും തോമസ് കപ്പും ബാഡ്മിന്റൺ ആണ്. സുധീർമാൻ കപ്പും തോമസ് കപ്പും ബാഡ്മിന്റൺ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോള്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഹോക്കി. ഇത്ര നമ്മൾ പറഞ്ഞായിരുന്നില്ലേ? ഇവിടെ എന്തൊക്കെയാണ്? ദുലീപ് ട്രോഫി, വിജയ് ഹസാര ട്രോഫി, ദേവ്ധർ ട്രോഫി, ഇറാനി കപ്പ്, സെയ്ദ് മുസ്താഖ് അലി ട്രോഫി എന്നിവ ക്രിക്കറ്റ്. ഇന്ത്യയിലെ ദേശീയ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പായി അറിയപ്പെടുന്നത് ഏതാണ്? രഞ്ജി ട്രോഫി. ഇന്ത്യയിലെ ദേശീയ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രഞ്ജി ട്രോഫി. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയ ടീം ഏത്? മുംബൈ. രഞ്ജി ട്രോഫിയിൽ ഏറ്റവും അധികം തവണ കിരീടം നേടിയ ടീമാണ് മുംബൈ. ബുച്ചി ബാബു മെമ്മോറിയൽ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റ്. ഇതൊരു പുതിയ അറിവല്ലേ? ബുച്ചി ബാബു മെമ്മോറിയൽ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടാണ്? ക്രിക്കറ്റ്. ബുച്ചി ബാബു മെമ്മോറിയൽ ട്രോഫി ക്രിക്കറ്റ്. ഡ്യൂറന്റ് ഫുട്ബോള്. തോമസ് കപ്പും സുധീർമാൻ കപ്പും എന്താണ്? ബാഡ്മിന്റൺ. അടുത്തത് ഒളിമ്പിക്സ് നോക്കാം. 2024 ഒളിമ്പിക്സ് ഗെയിംസിന്റെ വേദി എവിടെയാണ്? പാരീസ്. 2024 ഒളിമ്പിക്സ് ഗെയിംസിന്റെ വേദി പാരീസ്, ഫ്രാൻസ്. എത്രാമത്തെ ഒളിമ്പിക്സ് ഗെയിംസ് ആണ് 2024 പാരീസിൽ നടന്നത്? 33ാമത്തെ. എത്രാമത്തെ ഒളിമ്പിക്സ് ഗെയിംസ് ആണ് 2024 പാരീസിൽ നടന്നത്? 33ാമത്തെ. പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ആദ്യത്തെ 3 സ്ഥാനത്തെത്തിയ രാജ്യങ്ങളേവ? അമേരിക്ക, ചൈന, ജപ്പാൻ. ഇത് പഠിച്ചു വെച്ചോണം. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ്? 1ാം സ്ഥാനം അമേരിക്ക, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജപ്പാൻ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ചിഹ്നം ഏതായിരുന്നു? ഒളിമ്പിക്സ് ഫ്രൈച്ച്. എന്താണ് 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ചിഹ്നം? ഒളിമ്പിക് ഫ്രൈച്ച്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെ? ലൊസാൻ, സ്വിറ്റ്സർലാൻഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനം ലൊസാൻ, സ്വിറ്റ്സർലാൻഡ്. പരസ്പരം കോർത്ത 5 നിറത്തിലുള്ള വളയങ്ങൾ ഏത് കായികമേളയുടെ ചിഹ്നമാണ്? ഒളിമ്പിക്സ്. പരസ്പരം കോർത്ത 5 നിറത്തിലുള്ള വളയങ്ങൾ ഏത് കായികമേളയുടെ ചിഹ്നമാണ്? ഒളിമ്പിക്സ്.
ഏഷ്യ ഭൂഖണ്ഡത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒളിമ്പിക് വളയം ഏത്? മഞ്ഞ. ഏഷ്യ മഞ്ഞ. ആഫ്രിക്ക ഭൂഖണ്ഡമാണെങ്കിൽ കറുപ്പ്. ഏഷ്യ മഞ്ഞ, ആഫ്രിക്കൻ ഭൂഖണ്ഡം കറുപ്പ്. ഒളിമ്പിക്സ് വളയങ്ങളിലെ നീല യൂറോപ്പ്. നീല യൂറോപ്പ്. അമേരിക്കൻ ഭൂഖണ്ഡമാണെങ്കിലോ ചുവപ്പ്. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡമാണെങ്കിൽ പച്ച. എങ്ങനെ പഠിക്കണമെന്ന് പറയട്ടെ. പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്ക, നീല യൂറോപ്പ്, കറുപ്പ് ആഫ്രിക്ക, മഞ്ഞ ഏഷ്യ. അങ്ങനെ പഠിച്ചു വെച്ച് നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞാൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റേ. എന്താണ് ഒരിക്കൽ കൂടെ പറയാം. പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്ക, നീല യൂറോപ്പ്, കറുപ്പ് ആഫ്രിക്ക, മഞ്ഞ ഏഷ്യ. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ചുകാരനാര്? പിയറി ഡി കുബർട്ടിൻ. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ചുകാരനാണ് പിയറി ഡി കുബർട്ടിൻ. ഒളിമ്പിക്സ് വേദിയായ ആദ്യത്തെ ഏഷ്യൻ നഗരം ഏത്? ടോക്കിയോ. 1964 ടോക്കിയോ ആദ്യമായി ഒളിമ്പിക്സിന് വേദിയായത്. ഒളിമ്പിക്സിന് വേദിയായ ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ടോക്കിയോ. ഏഷ്യൻ നഗരമാണ് ടോക്കിയോ. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യം അണിനിരക്കുന്ന രാജ്യമാണ് ഗ്രീസ്. ഇത് ഈ അടുത്ത കാലത്ത് ചോദിച്ചായിരുന്നേ. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യം അണിനിരക്കുന്ന രാജ്യം ഏത്? ഗ്രീസ്. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും ഒടുവിലെത്തുന്നത് ഏത് രാജ്യമായിരിക്കും? ആതിഥേയ രാജ്യം. ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ഏറ്റവും ഒടുവിലെത്തുന്ന രാജ്യം ആതിഥേയ രാജ്യം. ഒരു വർഷത്തിലെ 4 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് വിജയിക്കുകയും അതേ വർഷം നടന്ന ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്ത് ഗോൾഡൻ സ്ലാം എന്ന അപൂർവ നേട്ടത്തിനുടമയായ ടെന്നീസ് താരമാണ് സ്റ്റെഫി ഗ്രാഫ്. 1988. എങ്ങനെയാണ് ഗോൾഡൻ സ്ലാം നേടുന്നത്? ഒരു വർഷത്തിലെ 4 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് വിജയിക്കുകയും 4 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ഏതൊക്കെയെന്ന് അറിയാലോ? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ ഓപ്പൺ. അതാണ് 4 ടെന്നീസ് ഗ്രാൻഡ് സ്ലാം. അത് വിജയിക്കുകയും അതേ വർഷം നടന്ന ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്ത് ഗോൾഡൻ സ്ലാം എന്ന അപൂർവ നേട്ടത്തിനുടമയായ ടെന്നീസ് താരം ആരാണ്? സ്റ്റെഫി ഗ്രാഫ്. 1988. ഒരു മാരത്തോൺ ഓട്ട മത്സരത്തിന്റെ ദൂരം എത്ര? 42.195 കിലോമീറ്റർ അഥവാ 26.2 മൈൽ. ഒരു മാരത്തോൺ ഓട്ട മത്സരം എന്നാൽ അതിന്റെ ദൂരം 42.195 കിലോമീറ്റർ അല്ലെങ്കിൽ 26.2 മൈൽ. പഠിച്ചു വെച്ചോ, ചോദിച്ചാൽ ഒരു മാർക്ക് കിട്ടും. ഒളിമ്പിക്സിലെ ഏറ്റവും ദൈർഘ്യമേറിയ കായിക മത്സരം ഏത്? 50 കിലോമീറ്റർ നടത്തം. ഒളിമ്പിക്സിലെ ഏറ്റവും ദൈർഘ്യമേറിയ കായിക മത്സരമാണ് 50 കിലോമീറ്റർ നടത്തം. ഒളിമ്പിക്സിലെ ഏറ്റവും നീളം കൂടിയ നീന്തൽ മത്സര ഇനമായ മാരത്തോൺ സ്വിമ്മിങ്ങിന്റെ ദൂരം എത്ര? 10 കിലോമീറ്റർ. ഒളിമ്പിക്സിലെ ഏറ്റവും നീളം കൂടിയ നീന്തൽ മത്സര ഇനമായ മാരത്തോൺ സ്വിമ്മിങ്ങിന്റെ ദൂരമാണ് 10 കിലോമീറ്റർ. ഒളിമ്പിക് മെഡൽ, നോബൽ സമ്മാനം എന്നിവ നേടിയിട്ടുള്ള ഏക വ്യക്തിയാണ് ഫിലിപ്പ് നോയൽ ബേക്കർ. ഒളിമ്പിക്സ് മെഡലും നോബൽ സമ്മാനവും നേടിയിട്ടുള്ള ഏക വ്യക്തി ആരാണ്? ഫിലിപ്പ് നോയൽ ബേക്കർ. 2028 ഒളിമ്പിക്സിന് ആതിഥ്യം വഹിക്കുന്ന നഗരമേത്? ലോസ് ആഞ്ചൽസ്, അമേരിക്ക. 2028 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? ലോസ് ആഞ്ചൽസ്, അമേരിക്ക. ഇതുവരെയായി 3 തവണ ഒളിമ്പിക്സിന് ആതിഥ്യം വഹിച്ച രാജ്യങ്ങളാണ് ലണ്ടനും പാരീസും. ഇതുവരെയായി 3 തവണ ഒളിമ്പിക്സിന് ആതിഥ്യം വഹിച്ച നഗരങ്ങൾ ഏതൊക്കെയാണ്? ലണ്ടനും പാരീസും. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക് ഗെയിംസ് ഏതാണ്? പാരീസ് ഒളിമ്പിക്സ് 1900. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് 1900 പാരീസ് ഒളിമ്പിക്സ്. 2024 ഒളിമ്പിക്സ് പാരീസിൽ വെച്ച് നടന്നുകൊണ്ട് ഈ ചോദ്യം അതിന്റെ ഇടയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രസ്താവന രീതിയിൽ. അപ്പോൾ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഗെയിം ഏതാണ്? 1900 പാരീസ് ഒളിമ്പിക്സ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം ഏത്? 1927. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപം കൊണ്ടത് 1927. 1900 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അത്ലറ്റിക്സിൽ 2 വെള്ളി മെഡൽ നേടിയ കായിക താരമാണ് നോർമൻ പ്രിച്ചാർഡ്. 1900 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് അത്ലറ്റിക്സിൽ 2 വെള്ളി മെഡൽ നേടിയ കായിക താരമേത്? നോർമൻ പ്രിച്ചാർഡ്. ഇന്ത്യ ഒളിമ്പിക് ഗെയിംസിലേക്ക് ആദ്യമായി ഒരു ടീമിനെ അയച്ച വർഷമേത്? ആൻവെർപ്പ് ഒളിമ്പിക്സ് 1920. ഇന്ത്യ ഒളിമ്പിക് ഗെയിംസിലേക്ക് ആദ്യമായി ഒരു ടീമിനെ അയച്ച വർഷമേത്? ആൻവെർപ്പ് ഒളിമ്പിക്സ് 1920.
ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഒളിമ്പിക് ഗെയിം ഏത്? ടോക്കിയോ 2020 7 മെഡൽ നേടി. ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ ഒളിമ്പിക് ഗെയിംസ് ഏത്? ടോക്കിയോ. എത്ര മെഡലാണ്? 2020 7 മെഡൽ. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ ലഭിച്ചിട്ടുള്ള കായിക ഇനം ഏത്? ഹോക്കി. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡൽ ലഭിച്ചിട്ടുള്ള കായിക ഇനമാണ് ഹോക്കി. ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയത് എന്ന്? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി ഒളിമ്പിക് സ്വർണം നേടിയത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സ്. ഒളിമ്പിക് ഹോക്കി സ്വർണം ഇന്ത്യ ഏറ്റവും ഒടുവിലായി നേടിയ വർഷം? മോസ്കോ ഒളിമ്പിക്സ് 1980. ഒളിമ്പിക് ഹോക്കി സ്വർണം ഇന്ത്യ ഏറ്റവും ഒടുവിലായി നേടിയ വർഷം? മോസ്കോ ഒളിമ്പിക് 1980. ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടിയ വർഷം? റോം ഒളിമ്പിക്സ് 1960. ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടിയ വർഷം എന്നാണ്? 1960 റോം ഒളിമ്പിക്സ്. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയത് ആരാണ്? KT യാദവ്. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയത് KT യാദവ്. പോക്കറ്റ് ഡൈനാമോ എന്നറിയപ്പെടുന്ന KT യാദവ് ഏത് ഒളിമ്പിക്സിലാണ് ഗുസ്തിയിൽ വെങ്കലം നേടിയത്? ഹെൽസിങ്കി ഒളിമ്പിക്സ് 1952. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലാണ് KT യാദവ് ഗുസ്തിയിൽ വെങ്കലം നേടിയത്. KT യാദവ് ഏത് പേരിൽ അറിയപ്പെടുന്ന? പോക്കറ്റ് ഡൈനാമോ. സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ രണ്ടാമത്തെ വ്യക്തിഗത മെഡൽ നേടിയത് ആരാണ്? ലിയാൻഡർ പേസ്. ടെന്നീസ് വെങ്കലം അറ്റ്ലാന്റ ഒളിമ്പിക്സ് 1996. സ്വതന്ത്ര ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ രണ്ടാമത്തെ വ്യക്തിഗത മെഡൽ നേടിയത് ആരാണ്? ലിയാൻഡർ പേസ്. ഏത് ഇനത്തിലെ? ടെന്നീസ്. വെങ്കലമാണ് നേടിയത്. ഏത് ഒളിമ്പിക്സിലാണ്? 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരി. 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് കർണം മല്ലേശ്വരി വെങ്കല മെഡൽ നേടിയത്? ഭാരോദ്വഹനം. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തുള്ള കായിക താരമാണ് ലിയാൻഡർ പേസ്. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള കായിക താരം ഏതാണ്? ആരാണ്? ലിയാൻഡർ പേസ്. ഒളിമ്പിക്സിൽ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി വെള്ളി മെഡൽ നേടിയത് ആരാണ്? രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. ഒളിമ്പിക്സിൽ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യ വെള്ളി മെഡൽ നേടിയത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. എന്നാൽ ഒളിമ്പിക്സിലെ വ്യക്തിഗത മെഡൽ നേടിയത് ആരാണ്? ആദ്യമായിട്ട് KT യാദവ്. ഇത് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി വെള്ളി മെഡൽ നേടിയതാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. 2004 ആഥൻസ് ഒളിമ്പിക്സിൽ ഏതിനത്തിലാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് വെള്ളി മെഡൽ നേടിയത്? ഷൂട്ടിംഗ്, ഡബിൾ ട്രാപ്പ്. 2004 ആഥൻസ് ഒളിമ്പിക്സിൽ ഏതിനത്തിലാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് വെള്ളി മെഡൽ നേടിയത്? ഷൂട്ടിംഗ്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ്? അഭിനവ് ബിന്ദ്ര. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ്? അഭിനവ് ബിന്ദ്ര. നേരത്തെ പറഞ്ഞ വ്യക്തിഗത മെഡൽ, ഏതെങ്കിലും ഒരു മെഡൽ ആദ്യം നേടിയ ആളാണ് KT യാദവ്. എന്നാൽ വ്യക്തിഗത സ്വർണം നേടിയത് ആരാണ്? അഭിനവ് ബിന്ദ്ര. 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിംഗിൽ അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ്? 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ. ഏത് ഒളിമ്പിക്സിൽ? 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ. വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സുശീൽ കുമാർ. ഏതിനം? ഗുസ്തി. വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സുശീൽ കുമാർ. ഇനം ഗുസ്തി. അടുത്തത്, വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരമാണ് PV സിന്ധു. വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരമാണ് PV സിന്ധു. ബാഡ്മിന്റൺ. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? അതും തുടർച്ചയായി ഒളിമ്പിക്. അതാരാണ്? അത് പുരുഷ താരം. അതാരാണ്? സുശീൽ കുമാർ. വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സുശീൽ കുമാർ. ഗുസ്തി. ഇതെന്തായിരുന്നു? വ്യക്തിഗത ഇനത്തിൽ തുടർച്ചയായി 2 ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ കായിക താരമാണ് PV സിന്ധു. ബാഡ്മിന്റൺ. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ ബാഡ്മിന്റൺ താരമാണ് സൈന നെഹ്വാൾ. ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ.
2012 ലണ്ടൻ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 55. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 55. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 48. 2012 55 സ്ഥാനം, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 48 സ്ഥാനമാണ് ഇന്ത്യക്ക്. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമേ ഒളിമ്പിക് സ്വർണ്ണം നേടിയ കായിക താരമാണ് ജാവലിൻ ത്രോ വിഭാഗത്തിൽ നീരജ് ചോപ്ര. അത്ലറ്റിക്സ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമേ ഒളിമ്പിക് സ്വർണ്ണം നേടിയത് നീരജ് ചോപ്ര, ജാവലിൻ ത്രോ. 1984 ലോസ് ആഞ്ചലീസ് ഒളിമ്പിക്സിൽ സെക്കൻഡിന്റെ 100 സെക്കൻഡിന് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഇന്ത്യൻ വനിതാ താരമേത്? PT ഉഷ. 1984 ലോസ് ആഞ്ചലീസ് ഒളിമ്പിക്സിൽ സെക്കൻഡിന്റെ 100 സെക്കൻഡിന് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഇന്ത്യൻ വനിതാ അത്ലറ്റാണ് PT ഉഷ. ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇനങ്ങളിൽ ആദ്യമായി സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആര്? സെമി ഫൈനൽ ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഇനങ്ങളിൽ ആദ്യമായി സെമി ഫൈനലിൽ എത്തിയ ആരാണ്? ഷൈനി വിൽസൺ. എന്നാൽ ഫൈനലിൽ എത്തിയ ആരെന്ന് ചോദിച്ചാൽ PT ഉഷയാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഒന്ന് നമുക്ക് നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? 6 മെഡലുകളാണ്. 1 വെള്ളിയും 5 വെങ്കലവും. സ്വർണം കിട്ടിയിട്ടില്ലേ? ഈ വർഷം നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചില്ല. ആകെ കിട്ടിയ മെഡലുകൾ 6 മെഡലുകൾ, അതിൽ 1 വെള്ളിയും 5 വെങ്കലവും. എന്താണ് 1 വെള്ളിയും 5 വെങ്കലവും? ഇത് ഒന്ന് ഉറപ്പായിട്ടും പഠിക്കണം. എന്തായാലും ഈ വർഷം ഏതെങ്കിലും എക്സാമിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവേ. ഇനി നടക്കുന്ന എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരും. പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 71 സ്ഥാനമാണ്. കഴിഞ്ഞ വർഷം ടോക്കിയോ ഒളിമ്പിക്സിൽ 48 സ്ഥാനമായിരുന്നു. ഈ വർഷം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71 സ്ഥാനം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടിയത് ആര്? നീരജ് ചോപ്ര. ജാവലിൻ ത്രോ വിഭാഗത്തിൽ നീരജ് ചോപ്രയാണ് വെള്ളി മെഡൽ നേടിയത്. ഒരേ ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ഏത്? മനു ഭാക്കർ, ഷൂട്ടിംഗ്. ഒരേ ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനു ഭാക്കർ, ഷൂട്ടിംഗ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കൂടുതൽ മെഡലുകൾ ലഭിച്ച കായിക ഇനം ഏത്? ഷൂട്ടിംഗ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കൂടുതൽ മെഡലുകൾ ലഭിച്ച കായിക ഇനം ഷൂട്ടിംഗ്. അപ്പൊ ഇന്ത്യക്ക് ആകെ കിട്ടിയ മെഡലുകളുടെ എണ്ണം എത്ര? 5. 1 വെള്ളിയും 4 വെങ്കല. സോറി 5 അല്ല 6 ആണ്. 1 വെള്ളിയും 5 വെങ്കലവുമാണ് ലഭിച്ചത്. വെള്ളി ലഭിച്ചത് ആർക്കാണ്? ജാവലിൻ ത്രോ വിഭാഗത്തിലെ നീരജ് ചോപ്രയ്ക്ക്. ഇതെടുത്ത് പഠിച്ചോണേ. പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്ര. ജാവലിൻ ത്രോ 6 മെഡലുകളിൽ 1 വെള്ളി 5 വെങ്കലം. വെള്ളി നേടിയത് നീരജ് ചോപ്ര, ജാവലിൻ ത്രോ. മനു ഭാക്കറിന് 2 മെഡൽ നേടി. ഷൂട്ടിംഗ് വിഭാഗത്തിലാണ് നേടിയത്. ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഷൂട്ടിംഗ് വിഭാഗത്തിലാണ്. അടുത്തത് കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കുറച്ചു പേരെ നമുക്ക് നോക്കാം. കായിക രംഗത്ത് നിന്നും ഭാരതരത്നം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. കായിക രംഗത്ത് നിന്നും ഭാരതരത്നം നേടിയ ആദ്യത്തെ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾ കളിച്ച ആദ്യത്തെ കേരളീയ ക്രിക്കറ്റ് താരമാണ് ടിനു യോഹന്നാൻ. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ഏകദിന മത്സരം കളിച്ച ആദ്യത്തെ കേരളീയ ക്രിക്കറ്റ് താരമാണ് ടിനു യോഹന്നാൻ. ഇന്ത്യയുടെ 2020 ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യത്തെ കേരളീയ താരമാണ് S ശ്രീശാന്ത്. ഇന്ത്യയുടെ 2020 ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യത്തെ കേരളീയ താരമാണ് S ശ്രീശാന്ത്. ഇന്ത്യയുടെ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യത്തെ കേരളീയനാണ് S ശ്രീശാന്ത്. ഇന്ത്യയുടെ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യത്തെ കേരളീയനാണ് S ശ്രീശാന്ത്. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയൻ OM നമ്പ്യാർ. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയൻ OM നമ്പ്യാർ. തുടർച്ചയായി 6 ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റുകളിൽ പങ്കെടുത്ത് റെക്കോർഡിട്ട മലയാളി കായിക താരമാണ് ഷൈനി വിൽസൺ. തുടർച്ചയായി 6 ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് മീറ്റുകളിൽ പങ്കെടുത്ത് റെക്കോർഡിട്ട മലയാളി കായിക താരമാണ് ഷൈനി വിൽസൺ. ലോക പ്രശസ്ത ബ്രസീലിയൻ താരമായ പെലെയുടെ യഥാർത്ഥ നാമമാണ് എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. പെലെയുടെ യഥാർത്ഥ നാമം എന്താണ്? എഡ്സൺ അരാൻഡസ് ഡോ നാസിമെന്റോ. 1960-61 വർഷങ്ങളിൽ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിന്റെ സിംഗിൾസ് സെമി ഫൈനലിലെത്തിയ ഇന്ത്യൻ കളിക്കാരനാണ് രാമനാഥൻ കൃഷ്ണൻ. 1960-61 വർഷങ്ങളിൽ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ സിംഗിൾസ് സെമി ഫൈനലിലെത്തിയ ഇന്ത്യൻ കളിക്കാരനാരാണ്? രാമനാഥൻ കൃഷ്ണൻ. വിജയ് അമൃത്രാജ് ഏത് കായിക ഇനത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ കളിക്കാരനാണ്? ടെന്നീസ്. വിജയ് അമൃത്രാജ് ഏത് കായിക ഇനത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ കളിക്കാരനാണ്? ടെന്നീസ്.
ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. 1974 ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ സ്വർണ്ണം നേടിയ മലയാളിയാണ് TC യോഹന്നാൻ. 1974 ടെഹ്റാൻ ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ സ്വർണ്ണം നേടിയ മലയാളി കായിക താരമേത്? TC യോഹന്നാൻ. 1978 ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസിൽ ലോങ് ജമ്പിൽ സ്വർണവും 1974 ടെഹ്റാൻ ഗെയിംസിൽ ഡെക്കാത്ലണിൽ വെങ്കലവും നേടിയ മലയാളി കായിക താരമാണ് സുരേഷ് ബാബു. ആരാണ്? സുരേഷ് ബാബു. ഇന്നത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ